നമസ്കാരം. ടൊയോട്ടയ്ക്ക് ലെക്സസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹ്യുണ്ടായിക്ക് കിയയും. നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2019 മുതൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന ഒരു വാഹനമാണ്. മിഡ് സൈസ് SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് കിയയുടെ സെൽറ്റോസ്. കിയ തെലങ്കാനയിൽ ഫാക്ടറിയൊക്കെ തുടങ്ങി വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ വാഹനങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസൈൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ തീമിനെ സ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യം വന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് കിയയുടെ സിറോസ് ആണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അഗ്രസീവ് ബോൾഡ് ഡിസൈൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു ഡിസൈനുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവരുടെ മിഡ് സൈസ് SUV ആയിട്ടുള്ള കിയയുടെ സെൽറ്റോസിൻ്റെ സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ 11 മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റ് വഴിയും അതുമാത്രമല്ല ഓത്തറൈസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ഔട്ട്ലെറ്റ് വഴിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25,000 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനുവരി 2, 2026 ഈ ഒരു വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിൽ തന്നെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയ സെൽറ്റോസ് സെക്കൻഡ് ജനറേഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരിക്കും. കാരണം കാര്യമായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജിൽ ചേഞ്ച് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. എൻജിൻ ബേട്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. 1.5 MP എൻജിൻ നിലവിലുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ക്രെറ്റയിലാണെന്നുണ്ടെങ്കിലും നിലവിലുള്ള സെൽറ്റോസിലൊക്കെ കാണുന്ന ആ സെയിം എൻജിൻ തന്നെ 1500 cc അപ്രോക്സിമേറ്റ്ലി ക്യൂബിക് കപ്പാസിറ്റിയുള്ള ഈ ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 115 PS ആണ്. ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും 144 Nm ടോർക്കാണ് അവിടെ വരുന്നത്. ഇനി ടർബോ എഡിഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ തന്നെയാണ് അവിടെ വരുന്നത്. ടർബോ പെട്രോൾ എഞ്ചിനാണ്. 160 PSും 253 Nm ടോർക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എൻജിൻസ് എന്ന് തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചിനെ പറയാം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നൽകുന്ന ഒരു എഞ്ചിൻ ആണെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇപ്പോൾ കിയയുടെ സോണറ്റിലായിക്കോട്ടെ, ഹ്യുണ്ടായുടെ വെന്യൂലായിക്കോട്ടെ, ഹ്യുണ്ടായുടെ ക്രെറ്റയിലായിക്കോട്ടെ, ഇവിടെ എല്ലാം ഈ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. 1500 cc അപ്രോക്സിമേറ്റ്ലി ക്യൂബിക് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ 1.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ഒരു ഡീസൽ എഞ്ചിൻ 116 PS പവറും 250 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച എഞ്ചിൻ തന്നെയാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനത്തിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 20 കിലോമീറ്ററിനടുത്ത് തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വെന്യൂലേക്ക് വരുമ്പോഴത്തേക്കും, വെന്യൂ എന്ന് പറയുന്ന വാഹനം, അതായത് നിലവിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വാഹനത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന വാഹനത്തിൽ കുറച്ചും കൂടെ മൈലേജ് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലഭിക്കുന്നുമുണ്ടായിരുന്നു. ഓവർ ഒരു 20 അല്ലെങ്കിൽ 20ക്ക് മുകളിൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പുതിയ വെന്യൂ വന്നപ്പോഴത്തേക്കും 17 to 18 മൈലേജ് നിൽക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഓവറോൾ ഡയമെൻഷൻസും അല്ലെങ്കിൽ വെയിറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസിലേക്ക് ഒന്ന് കടക്കാം. മുമ്പായിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിരിക്കും. IMT വരുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്നാൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ കൂടെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. അത് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. 95 മില്ലിമീറ്ററിൻ്റെ വർധനവാണ് ലെങ്ത്തിൽ വന്നിട്ടുള്ളത്. പഴയ സെൽറ്റോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 4460 മില്ലിമീറ്ററാണ് ഇപ്പോൾ നിലവിലുള്ള സെക്കൻഡ് ജനറേഷൻ സെൽറ്റോസിൻ്റെ ലെങ്ത്ത്. ഇനി വിഡ്ത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട്. 1800 ആയിരുന്നു, അതിൽ നിന്ന് 30 മില്ലിമീറ്റർ കൂടി 1830 മില്ലിമീറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് വാഹനത്തിൻ്റെ വീതി കൂടി എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള വീതിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. പക്ഷേ ലെങ്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടിനും അല്ലെങ്കിൽ ഇൻറ്റീരിയർ സ്പേസിനെയൊക്കെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഹൈറ്റ് 1635 മില്ലിമീറ്ററായി. അത് കുറവാണ്. മുമ്പുണ്ടായിരുന്ന സെൽറ്റോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10 മില്ലിമീറ്ററിൻ്റെ കുറവ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീൽ ബേസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2690 മില്ലിമീറ്ററായിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്.
അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 10 മില്ലിമീറ്ററിൻ്റെ വീൽ ബേസിൻ്റെ വർധനവ് ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വന്നു എന്നുള്ളതാണ്. ബൂട്ട് സ്പേസിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് 447 ലിറ്ററായിട്ട് ഉയർന്നു എന്നുള്ളതാണ്. അതായത് ജനറേഷൻ 1 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 14 ലിറ്ററിൻ്റെ വർധനവ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടും ഇൻറ്റീരിയറിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ഡിഫറൻ്റ് ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹ്യുണ്ടായുടെ ചില എലമെൻറ്റ്സ് ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രീമിയം നേച്ചർ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എപ്പോഴും കിയയുടെ വാഹനങ്ങളിൽ നമുക്ക് ആ ഒരു പുതുമ എപ്പോഴും നിലനിർത്തുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും ഇൻറ്റീരിയർ സ്റ്റൈലിങ്ങും എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിയറയേക്കാൾ ലെങ്ത്ത് കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്. അതുകൊണ്ട് തന്നെ സെഗ്മെൻറ്റിലെ ഏറ്റവും ലെങ്ത്ത് കൂടിയ വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കിയ സെൽറ്റോസ് തന്നെയാണ്. വാഹനത്തിൻ്റെ ലുക്കിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ LED ഹെഡ്ലൈറ്റും അതുമാത്രമല്ല കിയയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ടൈഗർ നോസ് ഗ്രില്ലും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുമെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പുതിയ പ്ലാറ്റ്ഫോമാണ്. K3 പ്ലാറ്റ്ഫോം. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ കിയ ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു വാഹനം മാറി എന്നുള്ളതാണ്. എഞ്ചിനിൽ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് നിലവിലുള്ള 3 എഞ്ചിൻ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോം മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മെക്കാനിക്കലി ഈ ഒരു വാഹനത്തിന് ഏറ്റവും പ്രധാനമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറി എന്നുള്ളത് തന്നെയാണ്. 18 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു വാഹനത്തിന് കുറച്ചും കൂടി റഗഡ് SUV കൈൻഡ് ഓഫ് ഡിസൈൻ കൊണ്ടുവരാൻ കിയ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വൽ കിയയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഫോൾസ് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിലുള്ള സോണറ്റിൻ്റെ റിയറിലേക്ക് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതിനോട് ഏകദേശമൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ഒരു സിമിലാരിറ്റി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഹിഡൻ ആയിട്ടുള്ള വൈപ്പർ, അതായത് റിയർ വൈപ്പർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം സീറിയലൊക്കെ ആ ഒരു രീതിയിലുള്ള വൈപ്പർ സെറ്റിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 സിംഗിൾ ടോൺ കളേഴ്സും 2 ഡ്യുവൽ ടോൺ കളേഴ്സും അവൈലബിൾ ആണ്. ഇതായിട്ട് മോർണിംഗ് ഹേസ് കളറും അത് മാത്രമല്ല മാഗ്മ റെഡ് എന്ന് പറയുന്ന മറ്റൊരു കളറും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ റെഡ് എന്ന് പറയുന്നത് ഗ്ലോസി ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ വളരെ മികച്ച ഭംഗിയായിട്ടുള്ള റിഫ്രഷ്മെൻറ്റ് നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പുതുമ എപ്പോഴും നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു കളറായിട്ട് ഇത്തരം ഗ്ലോസി ബ്ലാക്ക് വിത്ത് റെഡ് അതിനെപ്പോഴും കഴിയുന്നുണ്ട്. പക്ഷേ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് റെഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടാണ്, ബ്ലാക്ക് പോലെ തന്നെ. ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം സിറോസിൻ്റെ കുറേ അംശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസൈൻ ലാംഗ്വേജുകളൊക്കെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിസിക്കൽ ബട്ടൺസ് ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം ഫിസിക്കൽ ബട്ടണൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ ടച്ച് ബട്ടൺ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇപ്പോഴും അവർ ഫിസിക്കൽ ബട്ടൺ നിലനിർത്തുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിൽ നല്ലതാണ്. കാരണം കുറച്ചും കൂടെ ഡ്യൂറബിളാണ് ഈ ഫിസിക്കൽ ബട്ടൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ടച്ച് എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഫീച്ചറുകൾ വാരിക്കോരി നൽകുന്ന ഒരു വാഹന നിർമ്മാതാവാണ് കിയ. ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ORVM എന്ന് പറയുന്നത് അതിന് മെമ്മറി സിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഡ്യുപെയിൻ പനോറമിക് സൺറൂഫ് ഉണ്ട്. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് അവൈലബിൾ ആണ്. 8 സ്പീക്കറുള്ള ബോസിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് റിക്ലൈൻ ആയിട്ടുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അത് വയർലെസ് ആണ്. ചാർജിങ് അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 64 ടൈപ്പ് കളേഴ്സുള്ള അല്ലെങ്കിൽ അത്തരം കളറുകൾ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും അതൊരു ഓവർ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഡിജിറ്റൽ കീ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഫ്ലാറ്റ് ഫോൾഡിങ് റിയർ സീറ്റ്സ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ബാക്കിലെ സീറ്റ് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. അത് നമുക്ക് നല്ല രീതിക്ക് ഈ ക്യാബിനകത്ത് സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഹെൽപ്പ് ആകുന്നുണ്ട്. ഇനി ഡ്രൈവ് പ്ലസ് ടെറൈൻ മോഡ്സ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ്, IRVM അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. 100 വാട്ടിൻ്റെ USB Type-C ചാർജിങ് ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് അല്ലെങ്കിൽ ചാർജിങ് സ്പോട്ടൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കമ്പനി കൊണ്ടുവന്നു എന്നുള്ളത് ശരിക്കും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല സേഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ADAS ലെവൽ 2 ഉണ്ട്. അതിനകത്ത് 21 ഓട്ടോണോമസ് ഫീച്ചറുകൾ വന്നിട്ടുണ്ട്.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 എയർ ബാഗ് ഓൾറെഡി കിയയുടെ വാഹനങ്ങളിൽ സ്റ്റാൻഡേർഡാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് എത്രത്തോളം ലഭിക്കും എന്നുള്ളതാണ്. കാരണം പുതിയ പ്ലാറ്റ്ഫോമാണ്, K3 പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാഹനമാണ്. കിയയുടെ വാഹനങ്ങൾ ഇപ്പോഴും ഈ സെൽറ്റോസ് ഫസ്റ്റ് ജനറേഷൻ സെൽറ്റോസ് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് ആർക്കും അങ്ങനെ തോന്നില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വാഹനങ്ങളൊക്കെ കിയയുടെ വാഹനങ്ങളൊക്കെ മികച്ച ഡിസൈൻ ലാംഗ്വേജോട് കൂടിയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എത്രത്തോളം ഇന്ത്യക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അത് കണ്ടറിയണം. കാരണം സിറോസിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒരു മികച്ച ഒരു ഡിസൈൻ ലാംഗ്വേജ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ ഡിസൈനിനെ കുറിച്ച് പലരും പേഴ്സണലി അവരോട് പല ആളുകളോട് സംസാരിച്ച സമയത്ത് ഡിസൈനിനെ കുറിച്ചാണ് പലരും പറഞ്ഞത്. ആ ഒരു ഡിസൈൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്ക്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അതുമാത്രമല്ല പുതിയൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൂടെ വരും. അത് ഏതാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.